ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് എവരിബഡി. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? എല്ലാവരും മഴയും വെള്ളപ്പൊക്കമായിട്ട് വളരെ കഷ്ടപ്പെട്ടിരിക്കുകയല്ലായിരുന്നു. പക്ഷേ ഇന്ന് കണ്ടോ, ഭയങ്കര വെയിലല്ലേ. ഇവിടെ കോട്ടയത്ത് ഭയങ്കര വെയിലായിരുന്നു. ഇന്ന് നല്ല തീ പോലത്തെ വെയിൽ. അപ്പോൾ ഞാനെല്ലാം നമുക്ക് വെയിൽ കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും അതെല്ലാം ചെയ്തു. വിശദീകരിക്കുന്നില്ല, വീഡിയോ പിന്നെ ലെങ്ത് ആയിപ്പോവും, അതുകൊണ്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ, ഞാനൊരു ടിപ്പ് ഇടയ്ക്ക് ഞാൻ ഒരു 2 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ടിപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ മുഖത്തിന് ഭയങ്കര വ്യത്യാസമായി. അപ്പം നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ മഴയും തണുപ്പും കാരണം നമ്മളത് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ തണുപ്പത്ത് ഒന്നാമത് വിറച്ചിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കുഴച്ച് തേക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നത് നിങ്ങളെ കാണിക്കും. നല്ല വെയിലില്ല. അപ്പോൾ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു. രാവിലെ ഞാൻ 2-3 എണ്ണമാണെന്ന് തോന്നുന്നു ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. 2-3 എനിക്ക് ഓർമ്മയില്ല. ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. ലെങ്ത് വീഡിയോ ഒന്നും ഇട്ടില്ല. ലെങ്ത് വീഡിയോ ഇതാ ഇന്ന് ടിപ്പ് ചെയ്താൽ അതങ്ങ് ലെങ്ത് വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചാൽ എല്ലാ പണികളും തീർന്നു. എല്ലാ പണികളും ചെയ്തു തീർന്നു. ചോറൊക്കെ ഉണ്ട്, മെഡിക്കായി. പിന്നെ ആരൻ ഉറങ്ങുന്നേ. ഞാൻ അപ്പോഴത്തേക്കിനും ഓർത്ത് ഇന്നങ്ങ് നേരത്തെ എളുപ്പം അങ്ങ് ടിപ്പ് ചെയ്ത് കാണിച്ചേക്കാം. അല്ലെ പിന്നെ പെട്ടെന്ന് മഴയൊക്കെ ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് മടി വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ടിപ്പ് ഞാനൊരു ഇത് ചെയ്തു നോക്കി. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ. പക്ഷേ എനിക്ക് ഇന്ന് സമയം ഒത്തു വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യാം. അപ്പോൾ അതേ മെയിനായിട്ട് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഓറഞ്ചിൻ്റെ തൊലി എല്ലാവരും ഉണക്കി പൊടിച്ച് വെച്ചോണം. കിട്ടുമ്പോൾ നാടൻ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് വെച്ചോണം. ഭയങ്കര എഫക്റ്റാട്ടോ അത്. വെയിൽ കിട്ടുമ്പോഴത്തേക്കിനും നിങ്ങൾ ഓറഞ്ച് മേടിച്ചാൽ മതി. അപ്പം നല്ല വെയിലത്ത് അങ്ങോട്ട് അരിഞ്ഞ് കുഞ്ഞു കഷ്ണമാക്കി നല്ല വെയിലത്ത് വെക്കണം കേട്ടോ. പിന്നെ വെയിൽ കൊണ്ട് ഉണങ്ങി കഴിയുമ്പോൾ ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി. ആവശ്യത്തിന് എടുക്കാം. ഇപ്പം നല്ല നാടൻ ഓറഞ്ച് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ, ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഓറഞ്ച് വാങ്ങിക്കുന്നത് കേട്ടോ. നല്ല നാടൻ ഓറഞ്ച്, നല്ല പച്ചയും മഞ്ഞയും കളറുള്ള തൊലിയുള്ളതല്ലേ അത് ഞാനുണ്ടല്ലോ. അപ്പം ഞാൻ പറയാം എന്നാക്കെ വേണമെന്ന്. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്നെ വഴക്ക് പറയരുത്. നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. ഒന്നാമത്തെ ഞാൻ പറയാം, നാച്ചുറലായിട്ടുള്ളതാണ്. രണ്ടാമത്തേത് വീട്ടിലുള്ള സാധനങ്ങൾ. ഓറഞ്ചിൻ്റെ തൊലി മാത്രമേ ഓറഞ്ച് മേടിക്കാനായിട്ട് പിന്നെ പോണമെന്നും ഒക്കെ ഉള്ളൂ. പിന്നെ വേറെ 1-2 സാധനം ഉണ്ട്. അത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതാണ്. നിങ്ങളതുകൊണ്ട് എന്നെ വഴക്ക് പറയരുത്. ഞാൻ പറയട്ടെ, 13 സാധനമുണ്ട്. വഴക്ക് പറയുമോ? പക്ഷേ തേച്ചാൽ ഗുണമാണ്. ഞാൻ അന്നൊരു പ്രാവശ്യം തേച്ചതേ ഉള്ളൂ 2 ആഴ്ച മുമ്പ്. എന്നിട്ട് ഇന്നതേ വെയിലെല്ലാം കൊണ്ട് മൊത്തം ഫുൾ ഇന്നത്തെ ഈ 3 മണി ഏകദേശം ഇപ്പം ആയെന്ന് തോന്നും. ഇത്രയും നേരവും പുറത്തുള്ള കാര്യം, അകത്തെ പണി എളുപ്പം തീർത്തേച്ച് പുറത്തായിരുന്നു. പിന്നെ ഒത്തിരി ഇന്ന് നല്ലതായിട്ട് വെയിലും ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള നല്ല ആയിട്ട് വെയിലുമുണ്ട്. കാരണം ബ്ലീച്ചിങ് പൗഡർ മറ്റേ നമ്മുടെ കുമ്മായമൊക്കെ പായലിനിടുക എല്ലാം ഞാനിന്ന് ചെയ്തു. അപ്പോൾ എന്ത് വെയിലും കൊണ്ട് കാണും. പക്ഷേ ഇതേണ്ട വ്യത്യാസം. ഇപ്പോൾ സോപ്പിട്ട് മുഖം കഴിയുമ്പോഴത്തേക്കിന് നോക്ക്, അത്ര കുഴപ്പമില്ലല്ലോ. അതാണ് പറയുന്നത്. അന്ന് ഞാൻ ചെയ്ത പിന്നെ ടിപ്പില്ലേ, സൂപ്പറാണേ. അപ്പോൾ നമ്മുടെ കൈയും കാലും മുഖത്തും ടാൻ പിടിച്ചതും പിന്നെ എന്നാന്നേലും എല്ലാ പാടുകളെല്ലാം പോകാനായിട്ട്, അതായത് ഇതിനകത്ത് എന്നാക്കെ കാര്യങ്ങൾ പിന്നെ എന്നാക്കെ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് എന്താ പറയുന്നത്, അതായത് ഈ ടിപ്പ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് പിന്നെ ഗുണമുള്ളത്, എന്തിനൊക്കെയാണ് ഗുണമുള്ളത്, എന്തൊക്കെയാണ് മാറി കിട്ടുന്നത്. അതായത് നിങ്ങളുടെ മുഖത്ത് ഇപ്പോൾ ടാൻ ഉണ്ടെങ്കിൽ, ടാൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. പിന്നെ പിഗ്മെൻറ്റേഷൻ അതും അറിയാമല്ലോ. ഇല്ല, ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ പോരെ. പിന്നെ കറുത്ത കാര വന്ന പാടോ, അല്ലെങ്കിൽ ചിക്കൻ പോക്സ് വന്ന പാടോ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ മുഖം കറുത്തായിരിക്കുന്നെങ്കിൽ,
പിന്നെ ഒരു ഗ്ലോ ഇല്ലാതെ പരുക്കനായിട്ടായിരിക്കുന്നെങ്കിൽ, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങൾക്കെല്ലാം പറ്റി ഞാനൊരു ടർക്കി എടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുക. എന്നാണെന്നറിയാം, വെയിലത്ത് നടക്കുകയല്ലായിരുന്നു, വേർത്ത് കുളിച്ച് അത് തന്നെയല്ല, മുഖം തേച്ച് കഴിയപ്പോൾ ഇങ്ങനെ ഒലിച്ച് ഉടുപ്പേ കൂടെയും വീണു. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞി ടർക്കി എൻ്റെ ബാഗ് ഞാൻ വെച്ചുകൊണ്ട് പോകുന്നത് വേണ്ട, കുഞ്ഞി ടർക്കിയാണ്, അതെടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുക. അപ്പം എന്തേ സമയം പോയി, എളുപ്പം കാണിക്കാം. എന്തെല്ലാം 13 ഐറ്റം ഉണ്ട്. നിങ്ങൾ എന്നെ വഴക്ക് പറയരുത്. 14 ഈ ഒരു സാധനം ലാസ്റ്റാണ് കണ്ടത്, മറന്നുപോയായിരുന്നു, അതെടുത്ത് വയ്ക്കാൻ. ഞാൻ ബുക്കിൽ എഴുതിയിട്ടിട്ടുണ്ട് എന്നാക്കിയാണെന്ന് പറയട്ടെ. ആദ്യമേ ഞാൻ എൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് എളുപ്പം പറയാം. അതിനകത്ത് ഞാൻ എൻ്റെ മുട്ടയുടെ വെള്ളം, അതെന്തായാലും ഇല്ലാതിരിക്കാൻ പറ്റുകയില്ല. അതായത് ഇവിടെ ഒക്കെ ഇങ്ങനെ തൂങ്ങി വന്നു കഴിഞ്ഞാൽ, എനിക്കാണ് വണ്ണം വെച്ച അന്നേരം ഈ ഇവിടും അതായത് പല്ല് അണപ്പല്ലെല്ലാം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഉള്ളപ്പോൾ എന്തേലും ഒരു ശക്കലം പിന്നെ വണ്ണം വെച്ച് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ശക്കല ഇത് വരും. അപ്പം നമുക്ക് മുട്ടയുടെ വെള്ളം അത് നിർബന്ധമാണല്ലോ. എൻ്റെ കോഴിയിട്ട മുട്ടയാണ്. ജയ പറയുന്നവർ ഞാനും പറയാം. ജയക്കൊച്ച് മാത്രം അങ്ങനെ എൻ്റെ കോഴിയുടെ മുട്ടയെന്ന് പറയണ്ട. എനിക്കും കിട്ടിയില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ കോഴി എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും, മുഴുവൻ കൊത്തി കുടിക്കുവാന്ന്. ദേഷ്യം വരും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടേ. അപ്പം വേണ്ടേ ജയക്കൊച്ചെ ഓഫ് ചെയ്തിട്ട് കാണിക്കും. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ള എടുത്തു. ഒരു കുഞ്ഞു മുട്ടയായിരുന്നു. ഇതുണ്ടോ എൻ്റെ കോഴി ഇടുന്ന മുട്ട, കുഞ്ഞു മുട്ട കണ്ടോ, കുഞ്ഞിത്. ഇതൊക്കെ ആദ്യം ഇട്ടതായിരുന്നേ, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇപ്പം ഇച്ചിരി വലിയ കുഴപ്പമില്ല അതുകൊണ്ട് കേട്ടോ. ഇനി അടുത്ത ഏതാണെന്നറിയാം, ഏതെങ്കിലുമൊക്കെ അങ്ങ് എടുത്തിടാം. ഈ 14 ഐറ്റത്തിൽ ഇന്നത് വേണമെന്നൊന്നുമില്ല. ഞാൻ മണമാണെന്നറിയാം, ഓറഞ്ചും പച്ചയും കളറിലെ ഓറഞ്ചില്ലേ തൊലിയുള്ളേ, അത് വേണ്ട. അത് നല്ലതല്ലേ, അത് കാരണം ഇത് ടേബിൾ സ്പൂണാണേ. ഇത് ടേബിൾ സ്പൂണാണ്. വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് ടീസ്പൂണായിട്ടാണ് തോന്നുന്നത്. ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 15 മില്ലി ഉണ്ട് കേട്ടോ. 15 മില്ലി അതാണ് ടേബിൾ സ്പൂണിൻ്റെ അളവ്. ടീസ്പൂണാണ് 5 മില്ലി. കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതൊക്കെ അറിയാം. അപ്പം ഒരു ടേബിൾ സ്പൂൺ എടുക്കുവാണ്, മതി. അടച്ചു വയ്ക്കാം. അടുത്തത് ഒരു വൈറ്റമിൻ ഇ ഓയിൽ. കടിച്ചെടുക്കാം അല്ലേ, ജയ പറയുന്ന പോലെ. വൈറ്റമിൻ ഇ ഓയിൽ ക്യാപ്സൂളായിട്ടാണ്, കുഞ്ഞ് ക്യാപ്സൂളില്ലേ, അതായിട്ടാണ്. ഒരു സ്ട്രിപ്പിന് നിസാര വിലയേ ഉള്ളൂ. അതെ, ശക്കല ഒരു തുള്ളിയേ ഉള്ളൂ അത്. പിന്നെ നമ്മളുടെ വീട്ടിൽ അലോവേര ഉണ്ടല്ലോ, കറ്റാർ വാഴ, അതില്ലാത്തവർ വേണ്ട ഇതുപോലെ ബോട്ടിൽ ഓൺലൈനിൽ കിട്ടും. ഓൺലൈനിൽ ഇത് വാങ്ങിക്കുമ്പോൾ വേണ്ട അലോവേര ജെല്ല്, ഇത് 2 എണ്ണവും കൂടെ എനിക്ക് 128 രൂപയ്ക്ക് കിട്ടിയ 2 എണ്ണവും കൂടെ കേട്ടോ. അപ്പം വേണ്ട, അപ്പോൾ ഇത് ഈ മുഖത്ത് മാത്രം പരട്ടിയാൽ പോരെ. അതുകൊണ്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി, ഒത്തിരി വേണ്ട. ഇനി ഓറഞ്ച് പറ്റിയിരിക്കുന്നു, കുഴപ്പമില്ല, ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് വിഷയമില്ല. അപ്പം 1/2 ടേബിൾ സ്പൂൺ എടുത്തേ, 1/2 ടേബിൾ സ്പൂൺ. അപ്പം ലാസ്റ്റ് ഞാൻ വായിച്ചു തരാം, 14 ഐറ്റത്തിൻ്റെയും കാര്യം വായിച്ചു തരാം. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, എന്നാക്കിയാണെന്ന് റിവൈൻഡ് അടിച്ച് നോക്കി വിഷമിക്കുകയൊന്നും വേണ്ട. പിന്നെ നമ്മുടെ തേൻ ഞാൻ വാങ്ങിക്കുന്നത് മലനാടിൻ്റെ സൂപ്പർ തേനാണ് കേട്ടോ. നല്ല ബ്ലാക്ക് കളറ്, ഒരു ഡാർക്ക് ബ്രൗണ്, ഒരു വൻതേനായിരിക്കും. അത് 1 ടേബിൾ സ്പൂൺ എടുക്കുവാണേ. പിന്നെ പാരച്യൂട്ട് എണ്ണ, കോക്കനട്ട് ഓയിൽ, പാരച്യൂട്ട്, അത് 1/2 ടേബിൾ സ്പൂൺ മതി, ശകലം മതി. നല്ല ഒരു ബ്രൈറ്റ്നെസ്സും ഗ്ലോയും കിട്ടും. പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ, എളുപ്പം അങ്ങ് പറഞ്ഞു പോവുക, കാണിക്കുന്നൊന്നുമില്ല. കസ്തൂരി മഞ്ഞൾ
ചിലർ പറയും അതൊരു ടേബിൾ സ്പൂൺ എടുക്കുക, ചിലർ പറയും മഞ്ഞ കളറിലായിരിക്കുന്നത്, ചിലർ പറയും വെള്ള കളറിലാണ്. ഞാൻ എൻ്റെ ഈ 51 വർഷത്തെ പരിചയം വെച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ അങ്ങാടിക്കടയിൽ നിന്നായതുകൊണ്ട് മഞ്ഞ കളറാണ്. പക്ഷേ ഈയിടെ ഒരു ആൻറ്റി യൂട്യൂബർ പറഞ്ഞു, ഒത്തിരി പേര് പറയുന്നു കറക്റ്റ് വെള്ള കളറിലാണ്. അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഒന്നും പറയുന്നില്ല. വെള്ള കളറോ മഞ്ഞ കളറോ, പക്ഷേ ഇതിൻ്റെ മണം വരുന്നത് പച്ചമഞ്ഞളിൻ്റെ മണമാണ്. പക്ഷേ കസ്തൂരി മഞ്ഞളെന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം അവർ കളിപ്പിക്കുന്നെങ്കിൽ കളിപ്പിക്കട്ടെ, അവരല്ല, അവർക്ക് കൊണ്ട് കൊടുക്കുന്നവരല്ലേ. അപ്പം നമുക്ക് പിന്നെ ഇതെന്തായാലും അങ്ങ് ഉപയോഗിക്കാം. ഓൺലൈനിൽ തപ്പിയാൽ വെള്ള കളറിൽ കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓൺലൈനിൽ കറക്റ്റായിട്ടാണല്ലോ എല്ലാം തരുന്നത്, കളിപ്പിയിലില്ലല്ലോ ആമസോണിൽ. അത് സെർച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ കസ്തൂരി മഞ്ഞളായി. ഇനി നമ്മളുടെ കാപ്പിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇരിക്കട്ടെ, നല്ല സാധനമല്ലേ കാപ്പിപ്പൊടി. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ ഇട്ടു. പിന്നെ ലാസ്റ്റല്ല, വേണ്ട, ഞാൻ അരച്ചു വെച്ചിരിക്കുക നമ്മളുടെ തക്കാളിയും, പിന്നെ ഒരു സെക്കൻഡ്, തക്കാളിയും ക്യാരറ്റും കിഴങ്ങും കൂടെ ചുമ്മാ അങ്ങ് തൊലിയോടുകൂടി അരച്ച് എടുത്തിരിക്കുക. ജ്യൂസാക്കിയൊന്നുമില്ല, തൊലിയോടുകൂടി അരച്ചെടുത്തിരിക്കുക. അത് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ അങ്ങ് എടുക്കാം. ബാക്കിയുള്ള ടിന്നിലിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതിയല്ലോ. 1 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ അപ്പോൾ അതിനകത്ത് 3 ഐറ്റം ആയില്ലേ, മൊത്തം 14 ഐറ്റം. നിങ്ങൾ എന്നെ വഴക്ക് പറയേണ്ടത്, ഇതെല്ലാം നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ്. പിന്നെ ഒന്നും അങ്ങനെ കാശുള്ള സാധനമല്ല. പിന്നെ അതെ നമ്മുടെ റോസ് വാട്ടർ ഞാൻ വാങ്ങിക്കുന്നത് ഇത് ഖാദി നാച്ചുറൽ റോസ് വാട്ടർ സ്കിൻ ടോണർ. ഇത് ഇവിടുന്ന് വാങ്ങിച്ച ഓൺലൈനിൽ നിന്ന്, കണ്ടോ, ഇതാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച. വില ഇതിനകത്ത് കിടക്കുന്ന വിലയല്ല, 160. ഇതൊക്കെ മാക്സിമം MRP അല്ലേ കിടക്കുന്നത്. അപ്പോൾ അതും നമ്മൾക്ക് ശക്കല മതി. അതൊരു 5-6 തുള്ളി മതി, ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ. റോസ് വാട്ടർ 5-6 തുള്ളി മതി, ഒത്തിരി ഒന്നും വേണ്ട. ഇതാ വാങ്ങിക്കേണ്ടത്, ഇത് നല്ല സാധനം കേട്ടോ. ഇതാ നമ്മൾ 30 രൂപയ്ക്കൊക്കെ കിട്ടും, അതല്ല, ഇത് നല്ല സാധനം. റോസ് വാട്ടർ ഒഴിച്ചു. ഇനി ഇതാ കടലമാവ്. അത് നമുക്കിത് കുഴയാനുള്ളത് ഒന്ന് എന്തുവാ മുഖത്ത് തേക്കാനുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടണ്ടേ. പിന്നെയാണ് ലാസ്റ്റ് ഐറ്റം, ഭയങ്കര സൂപ്പർ കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഗ്ലിസറിൻ, അതായത് 170 ഗ്രാമിൻ്റെ ഗ്ലിസറിൻ. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ബാങ്കിൽ നിന്ന് വിളിച്ചു. പിന്നെ ഇതേ വെജിറ്റബിൾ ഗ്ലിസറിനാണ്, കണ്ടോ. നമ്മൾ ഗ്ലിസറിൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കും, പക്ഷേ അതല്ല ഇത് നല്ല സാധനം. ഇതേ വാങ്ങിക്കാവുള്ളൂ, വെജിറ്റബിൾ ഗ്ലിസറിൻ, കണ്ടോ, ഒരു ദൂഷ്യവും ഇല്ല. ഇത് നമ്മൾക്കൊരു 4-5 തുള്ളി ഈ അടപ്പിനകത്തൊരു ശകലം, ഒരു 4-5 തുള്ളി, ഇത്തിരി വേണ്ട. 4-5 തുള്ളി എന്ന് പറയാനായിട്ട് വരത്തില്ല, ഇത് കുഴമ്പ് പോലെ എങ്ങനെ ഇരിക്കുന്നത്. ഇത് ഒരു 3 തുള്ളി കാണും, മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരു 3 തുള്ളി കേട്ടോ, വെജിറ്റബിൾ ഗ്ലിസറിൻ. ഇങ്ങനെ കുഴമ്പ് പോലെ ഇരിക്കുന്നത്. ഇതാ നല്ലതായിട്ട് അടച്ചങ്ങ് വെക്കാം. ഇപ്പം എല്ലാം ആയേ. അപ്പം ഞാനൊന്ന് വായിക്കാം എല്ലാം ആയോന്ന്, അപ്പോൾ എനിക്കും അറിയാൻ പറ്റുമല്ലോ. വായിക്കാം.
അതായത് ആഴ്ച 2 ദിവസം ചെയ്താൽ മതി. നിങ്ങൾ ഈ ടിപ്പെന്ന് പറയുന്ന സാധനം ഇല്ലേ, ഫേഷ്യലാണെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമാണ് നമുക്ക് അത്ര അത്യാവശ്യക്കാർക്ക് അത്ര മുഖമൊന്നും പിന്നെ കൊള്ളത്തില്ലെന്ന് വെച്ചാൽ കറുത്തിരിക്കുകയും പാടും അങ്ങനത്തെ ഡള്ളായിട്ടുള്ളവർക്ക് മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഫേഷ്യൽ ചെയ്യുന്നത് ഞാനല്ല. ഞാൻ പിന്നെ എനിക്കറിയാവുന്ന കാര്യമായിട്ട് പറയുക, ബ്യൂട്ടീഷ്യൻസും നമ്മളോട് പറയാറുണ്ട് മാസത്തിൽ 2 പ്രാവശ്യം. അത്രയും ഡാർക്കായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക്, പിന്നെ ഡാർക്ക് ആൻഡ് ഡള്ളായിട്ടിരിക്കുന്നവർക്ക് അല്ല, നോർമലി വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വെയിൽ കൊള്ളുമ്പോൾ ഉള്ള ടാനും പിന്നെ ചെറിയ ഡൾനെസ്സൊക്കെ ചിലപ്പം നമ്മൾ ഒത്തിരി പിന്നെ ചെളിയും അങ്ങനെയൊക്കെ കുളിക്കുന്നുണ്ടെങ്കിലും ഇച്ചിരി ഡീപ്പായിട്ട് നമുക്കൊന്ന് നല്ല ഫെയർ ആകണമെന്നൊക്കെ ഉള്ളവർക്ക് ഒന്ന് പോയി ഫേഷ്യൽ ചെയ്യുമല്ലോ. അങ്ങനെ ഞാനല്ല, ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഞാൻ ആകെപ്പാട് ഇത്രയും പ്രായത്തിനോടിടയ്ക്ക് 5-6 ടോട്ടലി ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അത് സത്യമായ കാര്യം. എൻ്റെ ബ്യൂട്ടീഷ്യൻസ് 3 പേര് പരിചയമുള്ളവർ, ഞാൻ ഒരു പ്രാവശ്യം ഒരിടത്ത് പോയി, വേറൊരിടത്ത് 2-3 പ്രാവശ്യം പോയി. ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ ഇടയ്ക്ക് എന്തെങ്കിലും മുടിക്ക് എന്തെങ്കിലും ഒരു മസാജ് ചെയ്യാനോ ഒക്കെ പോയിക്കൊണ്ടിരുന്ന, ഈ റീസെൻ്റ്ലി ഞാൻ കുറച്ച് 2 വർഷമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാൾ, പേരാരുടെയും പറയത്തില്ല. അപ്പോൾ ആ 3 പേരും എന്നെ കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുക, ഞാനങ്ങനെ സ്ഥിരം ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകുന്ന ആളല്ല. പിന്നെ പൊങ്ങച്ചം പറയുകയല്ല, കർത്താവ് ആവശ്യത്തിന് സൗന്ദര്യം തന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പോയി കെമിക്കൽ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഇത് നമ്മൾ കളയണ്ട. ഇപ്പം എനിക്ക് ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ സൂക്ഷിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമുള്ളൂ. ഞാൻ ഒറ്റ കാര്യവും ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പണ്ടൊക്കെ ഞാൻ ഫെയർ ആൻഡ് ലവ്ലി ഉപയോഗിക്കുമായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇരട്ടി പ്രശ്നങ്ങളായി. ആ ഫെയർ ആൻഡ് ലവ്ലിയും തേച്ചുകൊണ്ടല്ലേ ഈ ജോലിക്ക് പോകുമ്പോൾ വെയിലെല്ലാം കൊണ്ട് സ്കൂട്ടർ ഓടിച്ച് വെയിലും കൊണ്ട് ഭയങ്കര പ്രശ്നമായിട്ട് ആരും ചെയ്യല്ലോ. ഒരു ക്രീമും എൻ്റെ ഈ വൃന്ദ ഡോക്ടർ, എൻ്റെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറില്ലേ, എൻ്റെ കാലയിൽ ഇങ്ങനെ കുരുക്കൾ ചൊറി പോലെ ഇങ്ങനെ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് മരുന്ന് തന്നപ്പോൾ എന്നോട് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു, അഡ്വൈസ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഒരു ക്രീമും തേച്ചിട്ട് പുറത്തിറങ്ങരുതെന്ന്. അതായത് നമ്മളിനിയിപ്പം ബ്രൈറ്റ്നസ്സിന് വേണ്ടി ഫെയർനെസ് ക്രീം എന്തെങ്കിലും തേക്കുമെന്ന് വെച്ചു, അത് രാത്രിയിലെ ഏത് ക്രീമും ഉറങ്ങുന്നതിന് മുമ്പേ തേക്കാവുള്ളൂ. നമ്മൾ പകൽ തേക്കുന്നത് പിന്നെ സൺസ്ക്രീൻ ലോഷൻ മാത്രം. സൺസ്ക്രീൻ അതെല്ലാം മേടിച്ച് തേക്കരുത്. അത് ഈ ഡോക്ടർമാരോട് ചോദിച്ചിട്ട് അവർ തരുന്നത് ഇച്ചിരി വില കൂടിയതാണെങ്കിൽ ആ സൺസ്ക്രീൻ ലോഷൻ വാങ്ങിച്ചിട്ട് ശകലം മതി. മുഖത്തും പെടലിയിലും കയ്യിലും കാലയിലും ഷൂസ് ഇടുവാണെങ്കിൽ കാലിൽ തേക്കേണ്ട കാര്യവും ഇല്ല. അപ്പം നമ്മൾ പിന്നെ 3/4 ചുരിദാറോ അല്ലെങ്കിൽ ഫുൾ കൈയുള്ള ചുരിദാറോ ഒക്കെ ഇടുവാണെങ്കിൽ ഫുള്ളും പത്തിയെ മാത്രം തേച്ചാലും മതി. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പകൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ലോഷൻ മാത്രം ചെയ്യാവുള്ളൂ. മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ തേച്ചുകൊണ്ടും ഫെയർനെസ് ക്രീം തേച്ചുകൊണ്ടും നമ്മൾ പുറത്തിറങ്ങിയ പണി കിട്ടി. നമ്മളുടെ ഫുൾ ബോഡിയും നമ്മൾക്ക് വെയിൽ കൊള്ളുന്ന, നമ്മൾ ക്രീം തേക്കുന്ന എവിടെയാണോ, ക്രീം തേച്ചേച്ച് വെയിൽ കൊള്ളുന്ന എവിടെയാണ്, അത് ഡാർക്ക് ആൻഡ് ഡള്ളാവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ ഡോക്ടർ പറഞ്ഞാൽ, ഞാനൊരു ഡോക്ടറല്ല, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അറിയത്തില്ല. പക്ഷേ എനിക്ക് ഇതുപോലെ ആരെങ്കിലും വളരെ കറക്റ്റായിട്ടുള്ള ആൾക്കാർ പറഞ്ഞാൽ ഞാനത് ഷെയർ ചെയ്തും എല്ലാവരോടും പറയും. കാരണം എല്ലാ പെൺകുഞ്ഞുങ്ങളും നല്ലതായിട്ടിരിക്കണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എല്ലാവരും ഒരേ നല്ലതായിട്ട് വെളുത്ത് നല്ലതായിട്ട് മുടിയൊക്കെ ആയിട്ട് അല്ലേ, എല്ലാവരും ഒരേപോലെ നല്ല സൗന്ദര്യത്തിൽ ഇരിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ആരെയും ഇച്ചിരി ഡള്ളായിട്ടുള്ളവരെ കാണുമ്പോൾ സങ്കടം വരും, എൻ്റെ കണ്ണെന്ന് അറിയുവേ. ഞാൻ എന്നിട്ട് അപ്പോഴേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഈശോ അവർക്ക് നല്ല ഫെയർ ആകാനൊക്കെ ഉള്ള ഇത് കൊടുക്കണേ. ശരിക്കും സത്യം പറയുന്നത്, ഒത്തിരി ഇതും പിന്നെ കള്ളത്തരമല്ല പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുക, അങ്ങനെ ഇരിക്കണം, എല്ലാവരും നല്ലതായിട്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ പറയുക, സൺസ്ക്രീൻ അല്ലാതെ ഒന്നും തേച്ചുകൊണ്ട് പുറത്തിറങ്ങരുത്. അതായത് പകല് പുറത്ത് മുറ്റത്തിറങ്ങിയില്ലെങ്കിലും ശരി, നമ്മുടെ വീടിനകത്തായാലും ശരി, നമുക്ക് സൂര്യൻ്റെ ഇത് ഉദിച്ച് വീടിനകത്തുമൊക്കെ വെട്ടം വരുന്നതല്ലോ, തേക്കരുത്. സൺസ്ക്രീൻ മാത്രം തേച്ചുകൊണ്ട് നിങ്ങൾ പകൽ ഇരിക്കാവുള്ളൂ. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം തേച്ചുകൊണ്ട് പെരയ്ക്കകത്തൂടെ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ ഡോക്ടറും പറഞ്ഞു, എപ്പോഴും മോയ്സ്ചറൈസിങ് ക്രീം ഇത് കാണുന്നിടത്ത് വെച്ചോണം. ഏത് സമയവും അത് ഇടവിട്ട് തേച്ചോണം. നേരത്തെ ഞാൻ തേക്കുമോ, ഈ ഓടി നടന്ന് ഈ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മോയ്സ്ചറൈസിങ് ക്രീമും തേച്ചുകൊണ്ട് ഞാൻ നടക്കുമോ, എന്നിട്ട് പിന്നെ അങ്ങനെ തേച്ചോണമെന്ന് പറഞ്ഞു. പക്ഷെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ തേക്കരുതെന്ന് പറഞ്ഞു. സൺസ്ക്രീൻ തേച്ചുകൊണ്ട് വെയിലത്തൊക്കെ ഇറങ്ങാനും ഒക്കെ നമുക്ക് കുഴപ്പമില്ല.
പിന്നെ ഫെയർനെസ് ക്രീം വെളുക്കാൻ വേണ്ടി ആൾക്കാർ തേക്കുവാണെങ്കിൽ അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് തേക്കുവാണെങ്കിൽ കുഴപ്പമില്ല. രാവിലെ ആകുമ്പോൾ നല്ലതായിട്ട് തേച്ച് കുളിച്ചോണം, മൊത്തം അതിൻ്റെ പോകണം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കറുത്തു പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് മാസത്തിൽ 2 പ്രാവശ്യമല്ലേ ചിലർ പിന്നെ അത്ര ഡള്ളായിട്ടുള്ള ഒരു ഫേഷ്യൽ ചെയ്യുന്നത്, അതേ പാടുള്ളൂ. അതിൽ കൂടുതലൊന്നും പാടില്ല. ഈ ആഴ്ച ഫേഷ്യൽ ചെയ്യൽ, പിന്നെ ടിപ്പ് ചെയ്യുന്നതാണേലും ആഴ്ച ചെയ്യരുത്, ദിവസം അല്ല ആഴ്ച പോലും ചെയ്യരുത്. പിന്നെ ദിവസവും എന്നുള്ള പരിപാടിയെ നിർത്തിക്കണം. കാരണം എന്നാണെന്നറിയാം, ഒന്നാമത്തെ കാര്യം പിന്നെ എല്ലാവരുടെയും വിചാരം എല്ലാ ദിവസവും ടിപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും ഭയങ്കര എഫക്റ്റ്. അങ്ങനെയില്ല. ഇപ്പം ഞാനിത് ചെയ്തില്ലേ, ആ ഒരു 3 ദിവസം കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു പ്രക്രിയ നടന്ന് നമുക്കൊരു അതിൻ്റെ ആ ഒരു ഗുണം പുറത്തോട്ട് അറിയാനൊക്കത്തുള്ളൂ. 3 ദിവസം തൊട്ട് 4 ദിവസം വരെയാണ് ആ ഒരു അതിൻ്റെ ആ ഇത് നടന്ന് അതിൻ്റെ എന്താ പറയുക പ്രവർത്തനം നടന്ന് അത് ശരിക്കും അതിൻ്റെ ആ ഗുണം അറിയാനായിട്ട് പുറത്തോട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്നും ഇതിങ്ങനെ വേറെ സാധനം ഇട്ട് ചെയ്യുമ്പോൾ ഇല്ലേ, അത് ഒരു ഗുണവും വരത്തില്ല. അപ്പം നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്തു, ഒരു പ്രശ്നമില്ല. അതായത് ഇത് പിന്നെ നമ്മുടെ പ്രകൃതിദത്തമായ സാധനമല്ലേ, നമ്മൾ ഹെർബൽ നാച്ചുറൽ സാധനമല്ലേ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആഴ്ച 2 പ്രാവശ്യം നിർബന്ധമാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ച 1 പ്രാവശ്യം ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞ് ഡള്ളാവുകയാണെങ്കിൽ ചെയ്തു, ഒരാഴ്ച നിൽക്കും. വെയിലത്തിറങ്ങിയാൽ ടാൻ അടിക്കും. അപ്പം നമ്മൾ എല്ലാ ദിവസവും തക്കാളി എല്ലാ ദിവസവും വേണമെങ്കിൽ തേനും തക്കാളിയും കൂടെ തേക്കാം. എല്ലാ ദിവസവും ഭയങ്കര വെയിലടിച്ച് സ്കൂട്ടറിലൊക്കെ പോവുകയും ഫീൽഡ് വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ മുഖം പെടലിയും കൈയും കാലും വൃത്തിയാക്കിയിട്ട് നമ്മൾ ആ വെയിൽ ഓടുന്ന ഭാഗത്ത് തക്കാളിയും തേനും വേണമെങ്കിൽ തേച്ചോ. തക്കാളിയും തേനും, അല്ലാതെ വേറെ ഒരു സംഗതിയും തേക്കണ്ട. എന്നിട്ട് നല്ലതായിട്ടത് ചെറുപയർ പൊടി ഇട്ട് തേച്ച് കഴുകുകയാണെങ്കിലേ ഒരു കുഴപ്പം വരത്തില്ല. സോപ്പ് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ സോപ്പിന് അഴുക്കാം കേട്ടോ. അപ്പോൾ തേനും തക്കാളിയും എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിന്നെ ടാനുള്ളിടത്തും വെയിൽ കൊള്ളാൻ സാധ്യതയുള്ളിടത്തും തേച്ചിട്ട് നിങ്ങൾ ചെറുപയർ പൊടി ഇട്ട് വീട്ടിൽ പൊടിച്ചാൽ മതി, മേടിക്കണ്ട. ചെറുപയർ മേടിച്ചിട്ട് നമ്മൾ മാവേലി സ്റ്റോറിലൊക്കെ കിട്ടുമല്ലേ, അത് കഴുകി ഉണങ്ങി അത് നമ്മൾ പൊടിച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. ആവശ്യത്തിനെടുത്ത്, ഒത്തിരി ഒന്നും വേണ്ടല്ലോ, ആവശ്യത്തിനെടുത്ത് അത് നമ്മൾ പിന്നെ അത് തേച്ച് അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. നല്ല കേട്ടോ. ഞാനിതൊന്നും ചെയ്യുന്നില്ല, കാരണം എനിക്ക് മടിയാണെന്നറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് മടിച്ചിയാണ്. പിന്നെ എപ്പോഴും ഈ പിരിവിരുത്തോടി നടക്കുമല്ലേ, അടുക്കളപ്പണിയും പുറംപണിയും ഇതൊക്കെയാണ്, കൃഷി അങ്ങനെയൊക്കെ. അല്ലാതെ നമ്മുടെ ശരീരം ശ്രദ്ധിക്കാമെന്നുള്ള ഒരു പരിപാടിയെ നമുക്കില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യല്ല. പക്ഷേ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ ഇങ്ങനത്തെയൊക്കെ കേൾക്കുമ്പോൾ ചെയ്യണമെന്നൊക്കെ ചെയ്തിട്ടുണ്ട് വല്ലപ്പോഴൊക്കെ, അല്ല അതെപ്പോഴും ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെ എന്നാൽ സ്കൂട്ടറിൽ 22 വർഷം നടന്നിട്ട് ഞാനത് ചെയ്തിട്ടില്ല. അതാണ്. അപ്പോഴൊക്കെ നമ്മൾ കല്യാണം കഴിച്ച് പിള്ളേരായി, പിന്നെ നമുക്ക് കുടുംബജീവിതമായി, പ്രാരാബ്ധമായി, അതൊന്നും ശ്രദ്ധിക്കുകയില്ല അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട. ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഗുണം പുറത്തോട്ട് ചാടി അതൊക്കെ നല്ല ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കിനും തന്നെ ഒരു 3, 4, 5 ദിവസമൊക്കെ എടുക്കാം. അപ്പോൾ ഒരാഴ്ചയിൽ 1 ചെയ്താൽ മതി, ആഴ്ചയിൽ 1 ചെയ്യുക കേട്ടോ. പിന്നെ ഒന്നാക്കെ പറഞ്ഞു സൺസ്ക്രീൻ തേച്ചുകൊണ്ട് വേണം പകൽ നടക്കാൻ. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം പകൽ തേക്കാം, പക്ഷേ വീടിനകത്ത് തന്നെ ഇരിക്കുന്നവർ. പിന്നെ ഫെയർനെസ് ക്രീം ആണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് വെളുക്കാൻ. ഏത് ക്രീമും രാത്രി കിടക്കുന്നതിന് മുമ്പ്. സൺസ്ക്രീൻ ലോഷൻ മാത്രം പകൽ. ഓക്കെ, വെയിലുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞത് ആഴ്ചയിൽ 1 ഈ ടിപ്പൊക്കെ ചെയ്താൽ മതി. അത്ര നിർബന്ധമുണ്ടെങ്കിൽ മാത്രം ആഴ്ച 2 വേണ്ടെന്നേ, ആഴ്ച 1 മതി, അതാണ് നല്ലത്. അതിൻ്റെ ആ മൊത്തം ഗുണം കിട്ടി അത് പിന്നെ അങ്ങ് തീർന്നു കഴിയുമ്പോൾ അടുത്ത് ചെയ്യുമ്പോഴാണ് നല്ല ആ ഒരു ഇത് കിട്ടുന്നത് കേട്ടോ. പിന്നെ പറഞ്ഞല്ലേ ഞാൻ എന്തായിരുന്നു, അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് ഉള്ള പണി ചെയ്യുന്നവരാണെങ്കിൽ, സ്കൂട്ടർ ഓടിക്കുന്നവരും ഫീൽഡ് വർക്കുകാരൊക്കെ ആണെങ്കിൽ ആ വെയിൽ കൊള്ളുന്ന മുഖം, പെടലി, ബാക്ക് ഇത്, പിന്നെ കയ്യ കാലൊക്കെ ഷൂസ് ഇട്ടുകൊണ്ട് നടക്കുക. അപ്പോൾ കാലയിൽ തേക്കണ്ടല്ലോ. ഇനി ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് തേച്ചോ, തക്കാളിയും തേനും കേട്ടോ. എന്നിട്ട് ചെറുപയർ കൂടിയിട്ട് ഇരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഉപദേശിച്ചു തന്നു.
അപ്പോൾ വായിച്ചിട്ട് ഇളക്കാവേ. പിന്നെ മുഖമെല്ലാം നല്ല വൃത്തിക്ക് കഴുകി പിന്നെ തുടച്ച് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്നറിയാം, പെട്ടെന്ന് നോക്കണം. 14 സാധനം. ഓറഞ്ച് തൊലി അരച്ചത്, വെള്ളം ഒന്നും ഒഴിച്ചൊന്നും അരയ്ക്കല്ലേ. തക്കാളിയും ക്യാരറ്റും കിഴങ്ങും കൂടെ അരച്ചത്, എന്നിട്ടത് ജ്യൂസാക്കുകയൊന്നും വേണ്ട, തൊലിയോടുകൂടി നല്ല വൃത്തിക്ക് കഴുകിയിട്ട് തൊലിയോടുകൂടി അരച്ച് ആ പേസ്റ്റ് മതി, അല്ലാതെ ജ്യൂസാക്കണ്ട. പിന്നെ തേൻ, മുട്ടയുടെ വെള്ളം, പിന്നെ ബ്രൂ, പിന്നെ റോസ് വാട്ടർ, വെജിറ്റബിൾ ഗ്ലിസറിൻ, അലോവേര ജെൽ, കോക്കനട്ട് ഓയിൽ, കസ്തൂരി മഞ്ഞൾ, പിന്നെ വൈറ്റമിൻ ഇയുടെ എന്നായിരുന്നോ ഞാൻ പറഞ്ഞത്, വൈറ്റമിൻ ഇ ഓയിൽ, അതിൻ്റെ ഒരു ക്യാപ്സൂള്, പിന്നെ കടലമാവ് ഏറ്റവും നല്ല സാധനമില്ല. അപ്പോൾ ഈ 14 സാധനമാണ് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഇനി നമുക്കത് കലക്കി എളുപ്പത്തേക്ക്. അപ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തായോ എന്ന് എനിക്കറിയത്തില്ല. ആയാലും ശരി ആയില്ലേലും ശരി നിങ്ങൾക്ക് ഗുണമുള്ളതല്ലേ, അതെനിക്ക് സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ വേണ്ട ചെയ്യാൻ പോവാ. ഇത്രയും എല്ലാം കൂടെ ഇത്രയേ ഉള്ളൂ. മുഖത്തും കടലിയിലും തേക്കുമ്പോൾ ഓഫ് ചെയ്തിട്ട് കലക്കട്ടെ. അപ്പോൾ ഇതാ ഇളക്കി കേട്ടോ. എല്ലാം കൂടെ ആയപ്പോൾ നിങ്ങൾക്ക് നല്ല മഞ്ഞ കളറിലല്ലേ കാണുന്നത്. എനിക്കിതൊരു മഞ്ഞയല്ല, കാപ്പിപ്പൊടിയൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ അതിൻ്റെയും കൂടെ കളറൊക്കെ കൂടി വന്നേക്കുന്നത്. ഇത് മഞ്ഞയായിട്ടാണ് അവിടെ കാണുന്നല്ലേ. അത്രയല്ല, എന്നാൽ അത്രയും കളറില്ല, അത്രയും മഞ്ഞയില്ല, ഒരു നേരിയ ബ്രൗണൊക്കെയാണ്. അപ്പോൾ നമുക്കിത് പ്രാർത്ഥിച്ചുകൊണ്ട് തേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അന്ന് ഞാനത് തേച്ചപ്പോൾ എനിക്ക് ഇത്രയും ദിവസമായിട്ട് കുഴപ്പങ്ങൾ, ഇന്ന് വെയിലൂടെ കൊണ്ടിട്ടും കുഴപ്പങ്ങളൊന്നും വന്നില്ലല്ലോ. കുഴപ്പം വന്നില്ലെന്ന് വെച്ചാൽ ഡള്ളായില്ലല്ലോ, നല്ലതായിട്ട് തന്നെ ഇരിപ്പില്ലേ. രണ്ടാഴ്ചയ്ക്ക് മേളിലായെന്ന് തോന്നി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളെ ഇന്ന് വെയിലൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു മൂഡുണ്ടല്ലോ, തണുപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് തേക്കാം. വേറൊരു കാര്യം കൂടെ, ഇതാ ഈ ബ്രഷ് കണ്ടോ, ഇത്ര 2 എണ്ണം കോംബോ ഓഫറായിരുന്നു ആമസോണിൽ. എന്ത് കാര്യം ആമസോണിൽ നോക്കിയാൽ മതി. അപ്പോൾ ഈ ബ്രഷ് മുഖത്ത് തേക്കാൻ വേണ്ടി, പിന്നെ ഞാൻ ഹെന്നയൊക്കെ തേക്കാൻ വേണ്ടിയും വേറെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് 2 എണ്ണം, ഇങ്ങനത്തെ 2 എണ്ണം കൂടെ ഒരുമിച്ച് ഏതാണ്ട് 56 രൂപയോ അങ്ങനെ എങ്ങാണ്ട് 65 രൂപയോ അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ അത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തേക്കാം. യേശുവേ സ്തോത്രം. തേച്ചിട്ട് കാണിച്ചു തന്നാൽ പോരെ, വീഡിയോ ലെങ്തായി പോകത്തില്ലേ. കണ്ണാടി നോക്കി തേക്കുവാണേ. തേച്ച് കഴിഞ്ഞ് മിണ്ടാൻ പറ്റത്തില്ല. കുറഞ്ഞത് 20 മിനിറ്റോ 30 മിനിറ്റോ അതിനോടിടയ്ക്ക്, അതായത് കുറഞ്ഞത് മിനിമം ഒരു 20 മിനിറ്റ് ഇരിക്കണേ. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ വർത്തമാനം പറയാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് പറയുക. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ കഴുകിയിട്ടും കൂടെ വന്നിട്ട് ഞാൻ ഇനിയും മിണ്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇതില്ലേ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാൻ പാടില്ല, ഇത് വലിയും തൊലി കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിന് മുമ്പ് അങ്ങ് ഓൺ ചെയ്ത് പറയുക. തേച്ചുകൊണ്ടിരിക്കുക, കണ്ണാടി നോക്കിയാണ് തേക്കുന്നത്. ഫോൺ ഇപ്പോൾ ഓഫ് ചെയ്യണേ. അപ്പോൾ 20 മിനിറ്റ് കുറഞ്ഞത് വെക്കണം, അരമണിക്കൂറായാലും നല്ല കേട്ടോ. ഓക്കെ. ഹലോ, ഞാൻ മൊത്തം ബ്രഷ് വെച്ച് മുഖത്തെല്ലാം തേച്ച്, പിന്നെ കഴുത്തേലും പെടലിയേലും എല്ലാം തേച്ച്, കൈയുടെ ഇവിടം വരെ മുട്ട് വരെ അവിടെ എല്ലാം തേച്ച്, 2 കൈയുടെ കാല തേക്കാൻ തികഞ്ഞില്ല. മതി. പിന്നെ മൊത്തം തേച്ച്, അപ്പം ഇട്ട ഉടുപ്പയിലെല്ലാം ആയി, ആ ടർക്കിയിലെല്ലാം പറ്റി. അങ്ങനെ ആയപ്പോൾ ഞാൻ എന്നെ ഇത് കഴുകിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറിറ്റേറ്റ് ചെയ്യുവേ. മൊത്തം ഇതെല്ലാം പെടലിയിലെയും കഴുത്തിൻ്റെ എല്ലാം കഴുകുമ്പോഴത്തേക്കിനും നമുക്ക് എന്നാന്ന് പറഞ്ഞാൽ ഉടുപ്പയിലെല്ലാം ആയി, ആകെപ്പാടെ ഇറിറ്റേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ എന്നെ അടുത്തു ഒരു ഫോൺ വന്ന് ആശർ വിളിച്ച്, അപ്പോൾ ഞാൻ എന്നെ അടുത്ത് പോയി അങ്ങ് കുളിച്ചു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, കുളിക്കുമ്പോൾ ഇല്ലേ നമ്മളിത് തേച്ച സ്ഥലത്തൊന്നും സോപ്പ് തേക്കരുത് കേട്ടോ. മുഖത്തും കഴുത്തേലും പെടലിയിലും കയ്യേലും അല്ലേ ഞാൻ തേച്ചത്. അത്രയും ഭാഗത്ത് ഞാൻ സോപ്പ് തേച്ചില്ല. സോപ്പ് തേക്കരുത് കേട്ടോ. ഇന്നത്തെ ദിവസം ഇനി സോപ്പ് തേക്കരുത്, നാളെ തേച്ചു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനി മോയ്സ്ചറൈസിങ് ക്രീം തേക്കുമോ, ഇന്നത്തെ ദിവസം ക്രീമുകളോ അല്ലെങ്കിൽ
പിന്നെ എണ്ണയോ ചിലർക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ശകലം വെളിച്ചെണ്ണ മുഖത്തൊക്കെ തേച്ച് കയ്യിലും കാലിലൊക്കെ തേക്കുന്ന സ്വഭാവമൊക്കെ ഇല്ലേ, ഇന്നൊന്നും ചെയ്യരുത്. ഇപ്പം നമ്മളിതെല്ലാം തേച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ ആ എഫക്റ്റ് അത് നമ്മളുടെ സ്കിന്നുമായിട്ടെല്ലാം നല്ല ചേർന്ന് അത് പിന്നെ അതിൻ്റെ ആ ഗുണം പുറത്തോട്ടറിയണം. അല്ലാതെ വേറെ ഒന്നും തേച്ച് നമ്മളതിനെ തടസ്സപ്പെടുത്തരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നല്ല ചെറു ചൂടുവെള്ളത്തിൽ അല്ലേ കുളിക്കുന്നവർ, ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവർ ചൂടുവെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ കുളിക്കുന്നവർ പച്ചവെള്ളത്തിൽ. അപ്പോൾ അങ്ങനെ കുളിക്കുക. ഈ ഇത് തേച്ചവർ ഇത് ഇപ്പം ഏത് മുഖത്തും കഴുത്തേലും പുറത്തും കയ്യേലും തേച്ചില്ലേ, അത്രയും ഭാഗത്ത് സോപ്പോ ഒന്നും തേക്കാൻ പാടില്ല. അതുപോലെ ഇന്ന് ക്രീമുകളോ ഒന്നും തേക്കാൻ പാടില്ല. ഞാൻ ചെറു ചൂടുവെള്ളത്തിലേ കുളിക്കുകയുള്ളൂ. അപ്പം ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചു. മുഖത്തും ഇവിടെ ഒന്നും ഇത് തേച്ചെടുത്തൊന്നും ഞാൻ സോപ്പും തേച്ചില്ല. പിന്നെ അല്ലെങ്കിൽ ഒത്തിരി വാരിക്കോരി സോപ്പ് തേക്കാറുമില്ല. പിന്നെ എന്നാ ചെയ്ത് പിന്നെ എന്നാ പറയാനുള്ളത്, അപ്പോൾ ഇതാ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഒന്നും നമ്മൾ ഇന്നത്തെ ദിവസം തേക്കാൻ പാടില്ല. നിങ്ങളൊന്ന് നോക്കിയേ, എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. അതിശയപ്പെടുത്തുമല്ലേ അല്ലേ? ഓക്കെ, നിങ്ങൾ ഈ റിസൾട്ട് ഇപ്പം സഡൻ ആയിട്ട് കാണുന്ന ഇത്. അപ്പം ഇനി ഇന്നത്തെ ദിവസം രാത്രിയെല്ലാം കഴിഞ്ഞ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേ ആ ഒരു ഇത് നോക്കി, ഞാനില്ലേ ഇപ്പം ആ ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ചു, എന്നിട്ട് മുഖത്ത് സോപ്പൊന്നും തേച്ചില്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ അതേപടി പിന്നെ തോർത്തി വേറെ ഡ്രസ്സ് ഇട്ടങ്ങ് ഇറങ്ങി വന്നതല്ലാതെ ഒരു ബോ എടുത്തു വെച്ചു. മുടി ഞാൻ നല്ലതായിട്ട് തോർത്ത് വെച്ച് നമ്മൾ മുടി ഞാൻ നല്ലതായിട്ട് തോർത്ത് വെച്ച് നമ്മളിങ്ങനെ കുടയുമല്ലേ, മുടി കൊട്ടി കുടയത്തില്ലേ, അറിയത്തില്ലേ, അങ്ങനെ ചെയ്തു. വേണ്ട ഒരു ബോയും എടുത്തു വെച്ചു, ഇങ്ങോട്ട് വന്നിരുന്നു. ഇനിയിപ്പോൾ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പം മുടി ബോയും എടുത്ത് മാറ്റും, മുടിയും പറത്തിയിട്ട് ഫാൻ്റെ അടിയിരിക്കുക. എന്നറിയാം, കുളിച്ചിട്ട് തോർത്തിയിട്ട് വന്നതല്ലേ ഉള്ളൂ, കെട്ടി വെക്കാനോ ഇങ്ങനെയൊന്നും പാടില്ലല്ലോ. അപ്പോൾ പക്ഷേ ഇത് കോല് പോലെ മുടി ഇങ്ങനെ നനഞ്ഞ മുടി കിടക്കുമ്പം വീഡിയോ കാണുമ്പോൾ ഒരു ഇതില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാനിപ്പം ഒന്ന് പെട്ടെന്ന് കൈ കൊണ്ട് ചുമ്മാ ഇതൊന്നും ബാൻഡൊന്നും ഇട്ടിട്ടില്ല, ചുമ്മാ ഞാനതങ്ങ് കെട്ടി വെച്ചിരിക്കുക. പിന്നെ എന്തുവാ ഇനി ഇത് കഴിഞ്ഞാൽ ഉടനെ അഴിച്ചിട്ട് ഉണക്കണം, ഫാൻ്റെ അടിയിരുന്ന് തോർത്തിയതാ. അപ്പം നിങ്ങളൊന്ന് നോക്കി. ഇപ്പം ചുമ്മാ സഡനായിട്ട് പൗഡർ ഇടുവോ, അതാ പറഞ്ഞു വന്നത്, പൗഡർ ഇടുവോ ഒന്നും ചെയ്തില്ല. ചെറു ചൂടുവെള്ളത്തിൽ ഇത് കഴുകി കളഞ്ഞതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ചിങ്ങി ഇറങ്ങി വന്നതേ ഉള്ളൂ. ഞാൻ ഒന്നും തേച്ചിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കണ്ടോ, ഇത്രയും സംഗതികൾ നമുക്കൊരു കുഴപ്പവും ഇല്ല, തേക്കാം, ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങ് തേക്കുക. പിന്നെ നമ്മൾ വേണ്ടേ അരമണിക്കൂർ ഇരിക്കണം നല്ലതായിട്ട്. അപ്പം ഉണങ്ങി കേട്ടോ. എൻ്റെ ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ഒത്തിരി അങ്ങ് വെക്കണ്ട, അരമണിക്കൂറിൽ കൂടുതലൊന്നും വെക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തില്ല. ഇത് കണ്ടോ ഒന്നും തേച്ചിട്ടില്ല. പൗഡർ ഇടുക, പൗഡർ ഇട്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഈ ഗ്ലോ കാണത്തില്ലല്ലോ. പൗഡർ ഇട്ടാൽ നമുക്ക് ഗ്ലോ അറിയാൻ പറ്റത്തില്ല. കണ്ടോ, പൗഡറിൻ്റെ ഉപയോഗവും അധികം വേണ്ട. പൗഡർ ആണെങ്കിൽ പോലും നമ്മൾ അധികം ഇട്ട് കഴിയുമ്പം അധികം ഉപയോഗിച്ച് അതൊക്കെ കെമിക്കലല്ലേ, കെമിക്കലുള്ളത്. ഞാനിനിയിപ്പം പൗഡർ ഇടിയിൽ നിർത്തണമെന്ന് വെച്ചിരിക്കുക. പിന്നെ പൗഡർ ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ എണ്ണമയം ഇങ്ങനെ നിൽക്കും എനിക്ക് മുഖത്തെ. അതുകൊണ്ട് മാത്രം ഞാൻ എപ്പോഴും മുഖവും കഴുകും. പിന്നെ എല്ലായിടത്തും പോകുമ്പം പൗഡർ ഇടും. വീട്ടിൽ നിൽക്കുമ്പോൾ ഒന്നും എടുത്തില്ല, വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴേ പൗഡർ ഇടാറുള്ളൂ. പൗഡറൊക്കെ കെമിക്കലാണ്. എൻചാൻഡർ ഇല്ലേ, അത് അവിടുന്ന് കൊണ്ട് തരുന്നതാണ്. അപ്പം അതിവിടെ വാങ്ങിക്കാൻ കിട്ടുമെന്നേ, എല്ലാ സാധനവും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഓൺലൈനിൽ എന്തെല്ലാം കിട്ടും. അത് വലിയ കുഴപ്പമില്ലാത്ത പൗഡറാണ്. അപ്പോൾ അത് ഞാൻ വല്ലയിടത്ത് പോകുമ്പോൾ ഒന്ന് എണ്ണമയം ഒന്ന് ഇതാക്കാൻ വേണ്ടി മാത്രം, ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇടുന്നതേ ഉള്ളൂ. വേറെ ഒരു മേക്കപ്പും ഇല്ല. പിന്നെ ഒന്നും മുഖത്തെടുത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, മുഖം പോകും കേട്ടോ. അപ്പം എൻ്റെ മുഖത്തിൻ്റെ ഈ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടോ. അപ്പം ഇതുപോലെ ഗ്ലോ വരണമെങ്കിൽ നിങ്ങൾക്ക്
ചുണ്ട ഞാനിന്ന് തേച്ചില്ല. അല്ല, ചുണ്ടയിൽ തേച്ചല്ലേ? ആ, ചുണ്ടയിലും തേച്ച്. ശരിയാ, ചുണ്ടയിലും തേച്ച്. ചുണ്ടയിലും തേച്ചു. ഗ്ലിസറിനും പിന്നെ റോസ് വാട്ടറും ഉള്ളതല്ലേ, ചുണ്ടയിലും തേച്ചോ. നല്ല ഇഷ്ടപ്പെട്ടോ? ദൈവമേ സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ അല്ലേ, നമുക്ക് സൗന്ദര്യമൊക്കെ തരുന്ന ദൈവമല്ലേ. അഹങ്കരിക്കരുത്. അഹങ്കരിച്ച് കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട്. അതുകൊണ്ട് എല്ലാവരും നമുക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ 14 ഐറ്റം ഉണ്ട്. എന്നെ വഴക്ക് പറയില്ല, എല്ലാം നിസ്സാര വിലയ്ക്ക് കിട്ടുന്ന. അപ്പോൾ അത് പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. ആഴ്ചയിൽ ഒന്നേ ചെയ്യാവുള്ളൂ. എല്ലാ എല്ലാ വ്യാഴാഴ്ചയും ചെയ്യണം. വ്യാഴം, വെള്ളി, ശനി, അല്ലെ വെള്ളിയാഴ്ച ചെയ്തു കേട്ടോ. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യാണ്. വെള്ളി, ശനി കഴിഞ്ഞ് ഞായറാഴ്ച ചർച്ചിലൊക്കെ പോകുമ്പോൾ നല്ല ഗ്ലോ ആയിട്ടൊക്കെ ബ്രൈറ്റായിട്ടൊക്കെ ഇരിക്കത്തില്ലേ, നല്ലതല്ലേ. അതാ, കണ്ടമാന സോപ്പോ അതും ഇതൊന്നും തേക്കാതെ പിന്നെ ചെറുപയർ പൊടിയൊക്കെ ഉപയോഗിക്കും. ഞാനിത് ചെറുപയർ പൊടിയൊന്നും ഉപയോഗിക്കത്തില്ല. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സ്നേഹമുള്ളതുകൊണ്ട് എനിക്കിതൊക്കെ മടിയാണ്. സോപ്പ് ഉപയോഗിച്ച് കുളിക്കാൻ നേരം സോപ്പ് ഉപയോഗിക്കും. എപ്പോഴും ഒന്നും മുഖത്തൊന്നും സോപ്പ് ഇടത്തുമില്ല, ദേഹത്തൊന്നും. കുളിക്കാൻ നേരം സോപ്പ് ഡവ് ഇട്ട് കുളിക്കും. പിന്നെ എൻചാൻഡറിൻ്റെ പൗഡറാണ് വല്ലയിടത്തും പോകുമ്പോൾ ഇടുന്നത്. ഇതല്ലാതെ വേറെ മേക്കപ്പ് ഒന്നും. ലിപ്സ്റ്റിക് ഇടും കേട്ടോ. അതൊക്കെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ പരിപാടിയാണ്. എനിക്ക് പേടിയും നാണമൊക്കെ ആയിരുന്നു. നാണമായിരുന്നു വല്ലവരും ഇങ്ങനെ മുഖത്ത് നോക്കുമ്പോഴൊക്കെ. ഇപ്പോൾ ഒരു പ്രശ്നമില്ല, ഇട്ടില്ലെങ്കിലേ ഉള്ളൂ നാണം. ഇപ്പോൾ ഇഷ്ടം. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ്. പിന്നെ പിരികെല്ലാം എൻ്റെ പോയായിരുന്നു. അപ്പം ഞാൻ ചെറുപ്പത്തിലേ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാര്യം ഇപ്പം ഇനി അടുത്തത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ പിരിയം വളരാനും കൺപീലി വളരുന്നത് എനിക്ക് കാണിച്ചു തന്നു കഴിഞ്ഞ് കണ്ണിനകത്ത് പോയി എനിക്ക് പേടി, അതുകൊണ്ടാണ്. അപ്പോൾ എനിവേ ഞാനത് പിരിയത്തിൻ്റേത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് നല്ലതല്ലേ ഈ ടിപ്പ്, ഈ വീഡിയോ. അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാ ലേഡീസും നല്ല വൃത്തിക്കിരിക്കട്ടെ. എനിക്കിപ്പോൾ 51 വയസ്സായി. അപ്പം ചുളിയാനൊക്കെ നമ്മുടെ 50 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ചുളിയൊക്കെ ചെയ്യത്തില്ലേ. അപ്പോൾ അത് കാരണം നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഒരു 30 വയസ്സ് തൊട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് കേട്ടോ. അതിന് മുമ്പൊന്നും ചെയ്യണമെന്നൊന്നും ഇല്ല. വല്ലപ്പോഴും ഇച്ചിരി മഞ്ഞളൊക്കെ തേക്കുക. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ചെയ്ത പോലെ മഞ്ഞൾ തേക്കുക. കസ്തൂരി മഞ്ഞളോ പച്ചമഞ്ഞളോ രക്തചന്ദനോ ഒക്കെ തേച്ചാൽ മതി. ഇനി ഇച്ചിരി തൈരും കടലമാവും ഒക്കെ തേക്കുകയോ ചെയ്താൽ മതി. കൂടുതലൊന്നും വേണ്ട, വലിച്ചു വാരി ഒന്നും ചെയ്യേണ്ട. ആഴ്ചയിലൊന്നേ ചെയ്യാവുള്ളൂ ഏത് കാര്യമാണെങ്കിലും കേട്ടോ. ഒരാഴ്ച സമയം കൊടുക്കുക. തേച്ച സാധനത്തിനൊന്ന് പുറത്തോട്ട് അതിൻ്റെ ക്രിയ ചെയ്ത് ഒന്ന് നല്ല ഇതായിട്ട് വരാനുള്ള ഒരു സമയം കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ട നല്ല കാര്യങ്ങളല്ലേ. അപ്പം ഉപകാരപ്പെട്ട നല്ല കാര്യങ്ങളല്ലേ. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, രക്ഷപ്പെടട്ടെ. അപ്പോൾ എല്ലാവർക്കും സൗന്ദര്യം വരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, പറയണം. ഇപ്പം ഞാൻ ഇതിനകത്ത് ഈ ടിപ്പിൻ്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. പാചകമോ വേറെ ഒന്നും ഇട്ടിട്ടില്ല, പാചകടിയൊന്നും ഇല്ലല്ലോ. ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഞാൻ പറഞ്ഞതല്ല എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായ കാര്യം. മറ്റുള്ളവർ പറയുമ്പോൾ ഞാനത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് 100% ഞാൻ പിന്നെ അങ്ങനെ ഒന്നും കേട്ടാൽ ചെയ്യാറൊന്നുമില്ല. എനിക്കതുപോലെ ഉറപ്പ് വന്നിട്ടില്ല. അതും ആദ്യം കയ്യിലോ കാലിലോ ഒക്കെ തേച്ച് നോക്കിയിട്ട് അതൊക്കെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വന്നാൽ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഗ്ലിസറിനും റോസ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ടുള്ള സാധനം. നമ്മുടെ ഈ പാടുകളില്ലേ, ചിക്കൻ പോക്സ് ഒക്കെ വന്ന പാടുകളോ അങ്ങനെയൊക്കെ ഉള്ള മൊരി പോലെയുള്ള ഇതൊക്കെ ഇല്ല, എല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും അതൊക്കെ ചെയ്യട്ടെ കേട്ടോ. 14 ഐറ്റം വലിയ കാശൊന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ ഇത് ഇച്ചിരി ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും. അപ്പം ക്ഷമിക്കുക, എന്നിട്ട് കാണുക കേട്ടോ. ഓക്കെ, അപ്പം നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ.